Hi guys, നമ്മൾ ഇതുവരെ വേർഡ്പ്രസിനെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും വേർഡ്പ്രസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനും അതിലെങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മളെങ്ങനെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു തീം വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഫൈനാൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ചാനലിന്റെ ഗോൾ എന്ന് പറയുന്നത് ഏതൊരു ഫ്രഷറും അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പുള്ളവർക്കും ഒരു ടെക്നോളജി ജോബ് നേടാനായിട്ട് enable ചെയ്യാന്നുള്ളതാണ്. So I'm Sahir. Welcome to the new video learning. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തീം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തീം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അപ്പിയറൻസിനകത്ത് പോവാം. അപ്പിയറൻസിനകത്ത് നിന്ന് തീംസ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ആൾറെഡി ഇൻബിൽഡ് ആയിട്ട് കിടക്കുന്ന തീം എന്ന് പറയുന്നത് 2023 എന്ന് പറയുന്ന തീമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തീം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ കൊടുക്കുക. ആഡ് ന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് കൊള്ളാമെന്നുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തീം നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. ഈ തീം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടേതായ ലെവലിൽ ഒരെണ്ണം ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. മാത്രമല്ല ഇതിനകത്തുള്ള ഡെമോസ്, ഈ കാണുന്ന ഈ ഒരു ഡെമോ ഉണ്ടല്ലോ, ഇത് മൊത്തത്തോടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വേണ്ട എഡിറ്റ്സ് മാത്രം മാറ്റാനും പറ്റും. നമുക്ക് വേണ്ട എഡിറ്റ് നമുക്ക് വേണ്ട രീതിയിലോട്ട് ഒന്നേയും നമ്മൾ ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ. അല്ലാതെ ഒരിക്കലും ഞാൻ ഈ ഡെമോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് എഡിറ്റ് വരുത്തുന്നത് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. കാരണം നമ്മൾ ഫ്രം ദി സ്ക്രാച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ജസ്റ്റ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓഷ്യൻ WP എന്നുള്ള തീമാണ്. ഈ ഓഷ്യൻ WP എന്നുള്ള തീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്യാന്നുണ്ടോ? നിങ്ങൾക്ക് ഏത് തീമാണോ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീം ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് എനിക്ക് ഓഷ്യൻ WP ആണ് കുറച്ച് അതിനകത്ത് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഓഷ്യൻ WP സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് തീമാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ കുറച്ച് സമയം എടുക്കും. ഇത് ഇൻസ്റ്റാൾ ആവാൻ ഒരു 2 to 3 minutes എടുക്കും. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക തീം. ഓക്കെ, തീം ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ ആൻഡ് ആക്ടിവേറ്റ് ഓപ്ഷൻ എക്സ്ട്രാ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിനകത്ത് കാണിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് താങ്ക് യു ഫോർ അപ്ഡേറ്റിംഗ് ടു ഓഷ്യൻ WP എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനെ ഒന്ന് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, സ്കിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, പേജസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഹോം പേജ്, അതുപോലെ തന്നെ അടുത്ത് വരുന്ന നമ്മുടെ എബൌട്ട് പേജ്, അങ്ങനെയുള്ള പേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പേജസിനകത്ത് പോവുക. ഓക്കെ, പേജസിനകത്ത് ഇപ്പോൾ ആൾറെഡി ഒരു സാമ്പിൾ പേജ് 3 കിടപ്പുണ്ട്. നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്കതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ന്യൂ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നമുക്കൊരു പേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് പേജിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പേജ് ഹോം എന്ന് പറയുന്നൊരു പേജാണ് നമുക്ക് കൺസിഡർ ചെയ്യാം, ഹോം. ഓക്കെ, ജസ്റ്റ് ആ പേജിൻ്റെ ടൈറ്റിൽ ഇവിടെ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഹോം എന്നൊരു ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇമേജ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ടൈറ്റിലിൽ പോവുക. ടൈറ്റിലിൽ പോയതിന് ശേഷം ടൈറ്റിൽ സ്റ്റൈൽ, ഇപ്പോൾ നമ്മളിപ്പം ഹോമിനകത്താണ് നിൽക്കുന്നതെങ്കിൽ മുകളിൽ ഹോം എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് നമ്മളിതൊന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ ഈ പേജ് ഒന്ന് കാണിച്ചു തരാം, ഈ പേജ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പബ്ലിഷ് കൊടുക്കാം. പബ്ലിഷ് കൊടുത്തതിന് ശേഷം ഇവിടെ വ്യൂ പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജ് എങ്ങനെയാണ്, ഈ പേജ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു യൂസർ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ പേജ് കാണുന്നത്. ഇപ്പം സൈഡിൽ ഹോം, മുകളിൽ മൈ ബ്ലോഗ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കത് പോകെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്തായാലും ഇപ്പം നമ്മുടെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഇങ്ങനെയായിരിക്കും കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ബാക്കെൻഡിലോട്ട് തിരിച്ചു വരിക. ബാക്കെൻഡിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഇമേജ് കൊടുക്കാം. ഓക്കെ, ഇമേജ് കൊടുക്കാൻ വേണ്ടി നമുക്ക് റഫായിട്ട് ഗൂഗിളിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും നമുക്കൊരു ഇമേജ് എടുക്കാം. ഇപ്പോൾ നമ്മളൊരു EDU സ്റ്റുഡൻസ് നമുക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നോക്കിയാൽ നമുക്ക് അതിന് ആപ്റ്റായിട്ടൊരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യാം,
ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ ഒരു ഇമേജ് നമുക്ക് ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഞാൻ സ്റ്റുഡൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് നോക്കാം. സ്റ്റുഡൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇമേജ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇമേജസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൂൾസ് ഉണ്ട് കേട്ടോ. പിക്സൽസ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഈ പിക്സൽസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇമേജ് എടുക്കാം. ഈ പിക്സൽസിനകത്ത് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതൊരു സ്റ്റഡിയിങ് പർപ്പസിനായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രം ദി സ്ക്രാച്ച് പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ നമുക്ക് എന്താ, നമ്മുടെ ഹോസ്റ്റിലാണ് അപ്ലോഡ് ആവുന്നത്. ഇപ്പം നമ്മുടെ ഈ ഹോസ്റ്റ് കുറച്ച് വീക്കാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഇമേജസ് ഒക്കെ ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മുടെ ഈ ഇമേജസ് ലോഡായി വരുന്നത് വരെ നമ്മളിപ്പോൾ ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇമേജസ് ഈ വെബ്സൈറ്റിനകത്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യൂസർക്ക് ഈ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവാനായിട്ട് ഒരു ലോഡിങ് ടൈം ഉണ്ട്. ഈ ലോഡിങ് ടൈം നമ്മൾ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലോഡിങ് ടൈം എന്ത് ചെയ്യും, ഒരുപാട് കൂടുതൽ ലോഡിങ് ടൈം എടുക്കും. അങ്ങനെ വരുമ്പോൾ യൂസർ നമ്മുടെ പേജ് ക്ലോസ് ചെയ്തിട്ട് വേറെ വെബ്സൈറ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ ലോഡിങ് സ്പീഡ് പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റ് ഒരു യൂസർ ലോഡ് ചെയ്താൽ പെട്ടെന്ന് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇമേജസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഇടുന്ന ഇമേജസ് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് TinyPNG എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ജസ്റ്റ് TinyPNGക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇമേജസിനെ കംപ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കംപ്രസ് ചെയ്തെടുക്കുന്ന ഇമേജസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഇമേജ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും മതി. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കംപ്രസ് ചെയ്ത ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ലോഡിങ് ടൈം കുറയ്ക്കാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് കണ്ടോ, 1.3 MB സൈസ് ഉണ്ടായിരുന്ന ഈ ഒരു ഇമേജ് ഒട്ടും ക്വാളിറ്റി കുറയാണ്ട് തന്നെ നമുക്ക് 569.3 KB, ഏകദേശം പകുതിയേക്കാൾ കൂടുതൽ ഇമേജ് കംപ്രസ് ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് കംപ്രസ്ഡ് എന്ന് പറഞ്ഞ് സേവ് ചെയ്താൽ മതി. കംപ്രസ്ഡ് 1 എന്ന് പറഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കംപ്രസ് ചെയ്ത ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇമേജ് നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈറ്റിലിനകത്ത് പോവുക. നമുക്ക് ടൈറ്റിലിനാണ് ഇമേജിൻ്റെ ആവശ്യം. ടൈറ്റിലിനകത്ത് പോവുക. ടൈറ്റിൽ സ്റ്റൈൽ ഇപ്പോൾ ഡിഫോൾട്ടാണ് കിടക്കുന്നത്, മാറ്റി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ ആഡ് ഇമേജ് കൊടുക്കുക. ജസ്റ്റ് ആ ഇമേജ് എന്ത് ചെയ്യുക, കംപ്രസ്ഡ് ഇമേജ് ഇവിടെ കൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് സെറ്റ് ആസ് ഇമേജ് കൊടുക്കുക. ഇമേജ് കൊടുത്തതിന് ശേഷം പൊസിഷൻ നമുക്ക് സെൻറ്റർ കൊടുക്കുക. ഓക്കെ, സെൻറ്റർ കൊടുക്കുക. അറ്റാച്ച്മെൻറ്റ് ഡിഫോൾട്ട്, റിപ്പീറ്റ് നോ റിപ്പീറ്റ് കൊടുക്കുക. സൈസ് ഡിഫോൾട്ട് തന്നെ കിടന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഹൈറ്റ് നമുക്കൊരു 400 തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 500 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ഓവർലേ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 0.1 കൊടുക്കാം. ഓക്കെ, 0.1 കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് പേജ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പേജ് ഒന്ന് വ്യൂ ചെയ്യാം. വ്യൂ പേജ് കൊടുത്ത് നമുക്ക് ആ പേജ് ഒന്ന് വ്യൂ ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഹോമിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹോമെന്ന് വൈറ്റ് കളറിൽ എഴുതിയിരിക്കുന്നത് മാറ്റി നമുക്ക് കളർ നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള കളറായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഇമേജ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കുറച്ച് ഡാർക്കിഷ് ആക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ താഴെ ഓവർലേയിങ് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം.
ഉണ്ടോ? ഈ ജസ്റ്റ് ഓവർലേ കളർ മാറ്റി നമ്മളൊന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് ആക്കി കൊടുത്തു കഴിഞ്ഞ് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഡാർക്കിഷ് ആവും.